ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബു ഇഹ്യാ ഉലൂമുദ്ദീൻ. അതിന്റെ തുടക്കം മുതലേ ഉള്ള അവതരണമല്ല നമ്മുടെ ഇവിടെ വരുന്നത്. ഇത് ലൈവ് ക്ലാസ് ആണ്. ഇൻഷാ അല്ലാഹ് ഒരു ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് അനുഭവിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത് ഇമാമിയങ്ങളുമായി ഒരു ബന്ധം പുലർത്താനുള്ള നല്ലൊരു തൗഫീഖായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്ക് ഈ വിഷയം തുടങ്ങുന്ന സമയത്ത് ചെറിയൊരു ആമുഖം പറയാനുള്ളത്, അള്ളാഹുവിന്റെ ഔലിയാക്കളായ അഇമ്മത്ത് അവര് ഈ ലോകത്ത് ചെയ്ത ഖിദ്മത്ത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലോകത്ത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഹുജ്ജത്തുൽ ഇസ്ലാം എന്ന പേരിൽ പ്രസിദ്ധനാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ ജീവിതം ഒരു വിപ്ലവങ്ങൾ നിറഞ്ഞതാണ്. ആ പ്രവർത്തനക്ഷമത, ക്രിയേറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന ഗസാലി ഇമാമിന്റെ ജീവിതത്തിന്റെ ഒരു അടയാളം കൂടിയാണ് ഈ ഇഹ്യാ ഉലൂമുദ്ദീൻ. സാധാരണക്കാർക്ക് വേണ്ടിയൊക്കെ വേണമെങ്കിൽ പറയാം, ഇഹ്യാ എന്ന് പറഞ്ഞാൽ സജീവമാക്കുക എന്നാണ്. അഹ്യാ യുഹീ ഇഹ്യാ, സജീവമാക്കുക. ഉലൂം, അറിവുകൾ, അദ്ദീൻ, മതത്തിന്റെ അറിവുകൾ സജീവമാക്കുക എന്നതാണ്. അറിവിന് രണ്ട് തലമുണ്ട്. ഒന്ന്, അത് ഡെഡായി മയ്യിത്തായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മറ്റ് ഹയ്യായി കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇപ്പോ മരം, വൃക്ഷം എന്നൊരാൾ പറയുന്നു, അല്ലെങ്കിൽ മരം എന്നൊരാൾ പറയുന്നു. ഇപ്പൊ നമ്മളൊരു തേക്കിന്റെ മരം, അതിനെ കുറിച്ച് ഇങ്ങനെ അറിയുന്നു, ഒരു തേക്കിന്റെ മരം ഉണ്ട് എന്നറിയുന്നു, ഇതൊരു അറിവാണ്. അതേസമയത്ത് അതേ ഒരു തേക്കിന്റെ മരം നമുക്ക് വീടിന് വേണ്ടി ഉപയോഗിക്കാം എന്നൊരാൾ മനസ്സിലാക്കിയിട്ട് അയാൾ വീടിന്റെ കട്ടിലയായിട്ട്, വാതിലായിട്ട് ഉപയോഗിക്കും. ഈ ഉപയോഗിക്കുന്നത് അത് ഹയ്യായ അറിവാണ്. ഒരു മരം ഉണ്ട്, തെക്കിന്റെ ഒരു മരം ഉണ്ട് എന്നുള്ള അറിവ് അതൊരു ഡെഡായ ഒരു അറിവാണ്, ഒരു മയ്യിത്തായ ഒരു അറിവാണ്. ആ അറിവിന് നാഫിയാകുന്ന അവസ്ഥയും ചിലപ്പോഴൊക്കെ നാഫിയാവുക എന്ന് പറഞ്ഞാൽ ഉപകാരമുള്ളതാവുകയും ചിലപ്പോൾ അത് ഉപദ്രവമുള്ളാകുന്ന അവസ്ഥയുണ്ട്. ഉപദ്രവമുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അറിവ് അറിഞ്ഞിട്ടും അതിനെ അവഗണിക്കുന്ന ഒരവസ്ഥ, അതൊരർത്ഥത്തിൽ മനുഷ്യത്വരഹിതമാണ്. അത് വല്ലാത്തൊരു നിർജീവതയാണ്. ആ നിർജീവത ഇല്ലാതിരിക്കാൻ പഠിപ്പിക്കുന്നത് കൂടിയാണ് നമ്മുടെ ഈ ആത്മീയതയുടെ അറിവ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പ്രോത്സാഹിപ്പിച്ചത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അമല് അത് സ്വഭാവമാണ്. സ്വഭാവം എന്താണ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും പെട്ടെന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. അത് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഇപ്പൊ നമ്മള് ചെറുതായിട്ട് മുത്താലയ്ക്ക് വേണ്ടി എടുക്കുന്നത്, നമ്മുടെ ഒരു പരിചയപ്പെടാൻ വേണ്ടി, ചർച്ചയ്ക്ക് വേണ്ടി എടുക്കുന്നത് കിതാബു ആദാബുൽ ഇൽഫത്തി വൽ ഉഖുവത്തി വസ്സുഹ്ബത്തി വൽ മുആശറത്തി മഅ അസ്നാഫിൽ ഖൽഖ്. മനുഷ്യന്മാരിൽ വ്യത്യസ്ത ആൾക്കാരുടെ കൂടെ, അസ്നാഫുൽ ഖൽഖ്, വ്യത്യസ്തരുടെ കൂടെ മുആശറത്ത്, കൂടി ജീവിക്കുക, സുഹബത്ത്, സഹവസിക്കുക, ഉഖുവത്ത്, സാഹോദര്യം പുലർത്തുക, ഇൽഫത്ത്, ഇണങ്ങുക, ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ആദാബ്, അതാണ് വിവരണം. ഫഹുവൽ കിതാബുൽ ഖാമിസു മിൻ റുബുൽ ആദാത്തി സാനി. റുബുൽ ആദാത്തില് റുബുൽ ആദാത്തില് അഞ്ചാമത്തെ കിതാബാണ്. അൽഹംദുലില്ലാഹില്ലദി ഗമറ സഫവത ഇബാദിഹി ബിലിഖാഇ തഖ്സീസി طولا وامتنانا فألف بين قلوبهم فأصبحوا بنعمته إخوانا فنزغ الغل من صدورهم فظلوا في الدنيا أصدقاء وأخدانا وفي الآخرة رفقاء وخلانا. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ ഇടയിൽ വലിയൊരു ബഹുമാനം നൽകിയതാണ്. അവരുടെ ഇടയിൽ യോജിപ്പ് നൽകിയിട്ട് സാഹോദര്യം നൽകി എന്നത്, മനസ്സിൽ നിന്ന് വിദ്വേഷം നീക്കിയിട്ട് ചങ്ങാത്തം നൽകി എന്നത്, ആഖിറത്തിൽ ചങ്ങാതിമാരാകാനുള്ള അവസരം നൽകി എന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. അതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു.
വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ അൽ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി അല്ലദീന ഇത്തബഊഹു വഖത്തദൂ ബിഹി ഖൗലൻ വഫിഅലൻ വഅദലൻ വഇഹ്സാന. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലും ആലി അസ്ഹാബിന്റെ പേരിലും അവരെ പിന്തുടർന്ന നല്ല മുഅ്മിനീങ്ങളുടെ പേരിലും അള്ളാഹുവിന്റെ സ്വലാത്തു സലാം ഉണ്ടാവട്ടെ. അമ്മാ ബഅദ് ഫഇന്ന തഹബ്ബ ഫില്ലാഹി തആല വൽ ഉഖുവത ഫീ ദീനിഹി മിൻ അഫ്ളലിൽ ഖുർബാത്ത്. അള്ളാഹുവിന്റെ വഴിയിൽ പരസ്പരം സ്നേഹിക്കുക, ആ സ്നേഹം പ്രകടിപ്പിക്കുക, അത് വലിയ അഫ്ളലുൽ ഖുർബാത്താണ്, വലിയ ഇബാദത്താണ്. വഅൽതഫു മാ യുസ്തഫാദു മിന ത്വആത്തി ഫീ മജാരിൽ ആദാത്തി. അത് അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ വഴിയിൽ, നമ്മുടെ പതിവ് വഴികളിൽ, ഇബാദത്തുകളിൽ ഏറ്റവും നേട്ടമുണ്ടാക്കുന്നതാണ്. വഅൽതഫു മാ യുസ്തഫാദു, നേട്ടമുണ്ടാക്കുന്നതിൽ വളരെ സസൂക്ഷ്മമാണ്. മിനത്വാഅത്തി, ഇബാദത്തുകളിൽ, ഫീ മജാരിൽ ആദാത്തി, നമ്മുടെ പതിവ് കാര്യങ്ങളിൽ. വലഹാ ശുറൂത്തും ബിഹാ യൽതഹിഖുൽ മുതസാഹിബൂന ഫിൽ മുതഹാബീന ഫില്ലാഹി തആല. അതിന് ചില ഡിമാൻഡുകളുണ്ട്, ചില ഷർത്തുകളുണ്ട്. അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ ആ ഷർത്തുകളിലൂടെയാണ് ഈ സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത്. വഫീഹാ ഹുഖൂഖുൻ, ചില ഹക്കുകളുണ്ട്. ബിമുറാഅത്തിഹാ തസ്ഫുൽ ഉഖൂവത്തു അൻ ശവാഇബിൽ ഖുദൂറാത്ത്. ആ ഹക്കുകൾ പാലിച്ചാലാണ് ഈ ഉഖൂവത്ത് അതിന്റെ കലർപ്പുകളിൽ നിന്ന് തെളിഞ്ഞു വരിക. ഫനസഗാത്തു ശൈത്താൻ, പിശാചിന്റെ കുത്തുകളിൽ നിന്ന് ഒഴിഞ്ഞു വരണമെങ്കിൽ ആ ഹക്കുകൾ പാലിക്കണം. അപ്പൊ ബന്ധങ്ങൾ പാലിക്കുന്ന സമയത്ത് ചില ഷർത്തുകൾ പാലിക്കപ്പെട്ടാലേ ആ ബന്ധങ്ങൾ അമലായി മാറുന്നുള്ളൂ. ഒരു വാപ്പ മോനെ നോക്കും, പരിചരിക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, വീട് കൊടുക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, എല്ലാം കൊടുത്തിട്ട് ആ മോനൊന്ന് അനുസരണക്കേട് കാണിച്ചപ്പോ വാപ്പ പറയാണ്, ഞാൻ അങ്ങനെ പോറ്റിയതാണ്, എന്നിട്ട് ഇങ്ങനെ ആയിപ്പോയല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ആ ഷർത്ത് അവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. കാരണം അയാളെ പോറ്റിയത് എന്തിനാ? എന്നെ നോക്കാനാണ്. അതൊരു കേവല കണക്ക് പുസ്തകത്തിലെ, ബിസിനസ് സ്റ്റഡീസിലെ, അക്കൗണ്ടൻസിയിലെ ഒരു 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 കണ്ടന്റ് മാത്രമാണ്. ഒരു വാപ്പ എങ്ങനെ നോക്കിയാലും നോക്കിയിട്ടില്ലെങ്കിലും തിരിച്ചു വാപ്പാനെ നോക്കാൻ കടപ്പാടുണ്ട്, അത് മറ്റൊരു വിഷയമാണ്. അതേസമയത്ത് പലപ്പോഴും ആ പദപ്രയോഗം മനസ്സിലാക്കി തരുന്നത് ആ ശുറൂത്ത് അവിടെ ഇല്ല എന്നാണ്. അത് പിശാചിന്റെ കുത്തു വന്ന അവിടെ, ആ പിശാചിന്റെ കുത്തു വന്നതോടുകൂടെ തന്നെ അതിന് പ്രത്യേകിച്ച് ഫലമൊന്നുമില്ല. ഒരു ഉമ്മ മോന് നന്നായി പഠിച്ചു പാസ്സാകണം, വലിയ സക്കാഫിയാകണം, ഹസനിയാകണം, അല്ലെങ്കിൽ സഅദിയാകണം, അതല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ ബിരുദധാരിയാകണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ ഈ ഉമ്മാന്റെ മനസ്സിലുള്ളത് നമ്മളെ കഴിഞ്ഞ വീട്ടിൽ കൂടലിന് ആ പെണ്ണുങ്ങൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, അവളെ മോന് ബിരുദം എടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഇൻഷാ അള്ളാ അടുത്തൊരു വീട്ടിൽ കൂടലിന് എനിക്കും പറയണം, എന്റെ മോന് സക്കാഫിയാണെന്ന് പറയണം, അല്ലെ ഇന്ന് ബിരുദധാരിയാണെന്ന് പറയണം. ആ പറയണം എന്നുള്ള മനസ്സാണുള്ളതെങ്കിൽ ഈ ശുറൂത്ത് അവിടെ ഇല്ല എന്ന ചില ശുറൂത്തുകളുണ്ട്. ഫബിൽ ഖിയാമി ബിഹുഖൂഖിഹാ യതഖറബു ഇലല്ലാഹി സുൽഫ. ആ ഹക്കുകൾ പാലിക്കുന്നതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്. വബിൽ മുഹാഫളത്തി അലൈഹാ തുനാലു ദറജാത്തുൽ ഉല. അത് പാലിച്ചാൽ അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നത സ്ഥാനം നേടാൻ പറ്റും. വനഹ്നു നുബയ്യിനു മഖാസിദ ഹാദൽ കിതാബി ഫീ സലാസത്തി അബ്വാബ്. 3 അധ്യായങ്ങളായിട്ടാണ് ചർച്ച വരുന്നത്. അൽ ബാബുൽ അവൽ ഫി ഫളീലത്തിൽ ഇൽഫത്തി വൽ ഉഖുവത്തി ഫില്ലാഹി തആല വശുറൂത്തിഹാ വദറജാതിഹാ വഫവാഇദിഹാ. ഒന്നാമത്തത് ഇൽഫത്ത്, ഇണക്കം, സാഹോദര്യം, അള്ളാഹുവിന്റെ വഴിയിലുള്ള ഇണക്കവും സാഹോദര്യവും, അതിന്റെ മഹത്വം, അതിന്റെ ശുറൂത്ത്, നിബന്ധനകൾ, വദറജാതിഹ, അതിന്റെ പദവികൾ, വഫവാഇദിഹ, അതിന്റെ നേട്ടങ്ങളാണ്. അൽ ബാബു സാനി ഫി ഹുഖൂഖി സുഹ്ബത്തി വആദാബിഹ വഹഖീഖത്തിഹ വലവാസിമിഹ. രണ്ടാമത്തെ ബാബ് എന്താണ്? അതിന്റെ ഹക്കുകളാണ്, സുഹ്ബത്തിന്റെ ഹക്കുകൾ, അതിന്റെ ആദാബുകൾ, അതിന്റെ യാഥാർത്ഥ്യം. എന്താണ് സുഹ്ബത്ത്? ലവാസിമിഹ, അതിന്റെ ലവാസിം എന്താണ് എന്ന് പറയുന്നതാണ്. ഇടക്ക് നമ്മളെ ഈ ഗ്രൂപ്പിന്റെ ഹാപ്പിസോന്റെ ഗ്രൂപ്പില് ആ ലിങ്ക് വന്നിട്ടില്ലെങ്കിൽ ഒന്ന് ഇടണം കേട്ടോ. അൽ ബാബു സാലിസ്, ചില റിക്വസ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അൽ ബാബു സാലിസു ഫി ഹഖിൽ മുസ്ലിമി, മൂന്നാമത്തെ ബാബ് ഫി ഹഖിൽ മുസ്ലിമി വറഹ്മി വൽ ജിബാരി വൽ മുൽക്കി കൈഫിയത്തിൽ മുആശറത്തി മഅമൻ ഖദ് ഉലിയ ബിഹാദിഹിൽ അസ്ബാബ്. ഒരു മുസ്ലിമിന്റെ ഹക്ക്,
അതുപോലെ നമ്മുടെ കുടുംബബന്ധത്തിന്റെ ഹക്ക്, അയൽവാസിയുടെ ഹക്ക്, അതുപോലെ അന്നുള്ളതാണ് അടിമത്വമോ അല്ലെങ്കിൽ ആ ഒരു അടിമത്വം കൊണ്ടോ അല്ലെങ്കിൽ തൊഴിലാളി മുതലാളി എന്ന ബന്ധം കൊണ്ടോ ഉണ്ടായിത്തീരുന്ന ബന്ധം, അവിടെയുള്ള ഹക്ക്, അവിടെ കൂടി ജീവിക്കേണ്ട രീതി, ഇത്തരം വിഷയങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടത് എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇത്തരം വിഷയങ്ങൾ ഉണ്ടായവ, കുടുംബബന്ധം, അതുപോലെ ഇസ്ലാമിന്റെ പേരിലുള്ള ബന്ധം, ഒരു പൗരത്വത്തിന്റെ പേരിലുള്ള ബന്ധം, അത്തരം ബന്ധങ്ങളുടെ പേരിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, അതിന്റെ ഹക്ക് എന്തൊക്കെയാണ് എന്നതാണ് മൂന്നാമത്തെ ഭാഗം. അപ്പൊ വ്യത്യസ്തമാണ്, പക്ഷെ അതെല്ലാം മനസ്സിലാക്കിയാൽ ഒരുപാട് മനസ്സിലാക്കാനും നമുക്ക് ഒരുപാട് വിഷയങ്ങളിൽ മുന്നോട്ട് പോകാനും ഉണ്ട് എന്നതാണ് അതിൽ പറയുന്നത്. അതിൽ തുടക്കഭാഗത്ത് കുറച്ച് ഭാഗങ്ങളുടെ വിശദമായ വശങ്ങൾ തന്നെ പറയുന്നുണ്ട്, പിന്നെ പ്രായോഗികതയിലേക്കാണ് നീങ്ങുന്നത്. അൽബാബുൽ അവ്വൽ ഫി ഫളീലത്തിൽ ഉൽഫത്തി വൽ ഇഖ്വത്തി വൽ ഉഖുവത്തി വഫി ശുറൂത്തിഹാ വദറജാത്തിഹാ വഫവാഇദിഹാ. അതിന്റെ മഹത്വം, ഉൽഫത്തിന്റെയും ഉഖുവത്തിന്റെയും മഹത്വം, അതുപോലെ അതിന്റെ ശുറൂത്ത്, പദവികൾ, അതിന്റെ നേട്ടങ്ങൾ. ഫളീലത്തിൽ ഇൽഫത്തി വൽ ഉഖുവത്തി ഇഅലം അന്നൽ ഇൽഫത്ത സമറത്തു ഹുസ്നുൽ ഖുലുഖ്. ഹുസ്നുൽ ഖുലുഖിന്റെ ഒരു നേട്ടമാണ് ഇൽഫത്ത് എന്ന് പറയുന്നത്, ഇണക്കം, ഒരാളോട് ഇണങ്ങാൻ കഴിയുക. കൂടി ജീവിക്കുന്ന സമയത്ത് മറ്റൊരാൾ ഇങ്ങോട്ട് നല്ലോണം പെരുമാറിയാൽ തിരിച്ചങ്ങോട്ട് പെരുമാറുന്നത് അത് വലിയ ഇൽഫത്തൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഇൽഫത്തിന് സാധിക്കുക എന്നുള്ളത് ഒരു തൗഫീഖാണ്, അത് പഠിക്കേണ്ടതാണ്. തഫറുഖ്, ഭിന്നത ഉണ്ടാകുന്നത് സമറത്ത് സൂഖുൽ ഖുലുഖ്, അത് ദുസ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനമാണ്, അതിന്റെ ഒരു സമറത്താണ്, അതിന്റെ ഒരു ഫലമാണ് ഭിന്നത. സൽസ്വഭാവത്തിന്റെ ഒരു ഫലമാണ് ഇണക്കം. അപ്പൊ ഞാൻ മറ്റുള്ളവരോട് ഇണങ്ങുന്നു എന്ന് പറയുന്നത് എന്താണ്? അത് എനിക്ക് അൽഹംദുലില്ലാ കുറെയൊക്കെ സ്വഭാവം നന്നാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നതിന്റെ ഒരു ലക്ഷണമാണ്. എനിക്ക് മറ്റുള്ളവർ എന്നോട് മോശമായി പറയുന്നു അല്ലെങ്കിൽ ഭിന്നത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് അതൊരു സൂഉൽ ഖുലുഖ് എന്നിലുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. ഹുസ്നുൽ ഖുലുഖ് യൂജിബു തഹാബ്ബ, സൽസ്വഭാവം പരസ്പരമുള്ള സ്നേഹം ഉണ്ടാക്കും. ആലുഫ, പരസ്പരമുള്ള ഇണക്കം ഉണ്ടാക്കും. തവാഫുഖ, പലപ്പോഴും യോജിപ്പുണ്ടാക്കും. സൂഉൽ ഖുലുഖി, ദുസ്വഭാവം, യുത്മിറു തബാഗുദ, വിദ്വേഷം ഉണ്ടാക്കും. തഹാസുദ, അസൂയ ഉണ്ടാക്കും. തദാബുറ, വിരോധം ഉണ്ടാക്കും. മഹ്മാ കാനൽ മുസ്മിറു മഹ്മൂദൻ കാനത്തി സമറത്തു മഹ്മൂദത്തൻ. ഈ ഉണ്ടാക്കി തീർക്കുന്ന സാധനം അത് നല്ലതാണെങ്കിൽ, മഹ്മൂദാണെങ്കിൽ, അതുകൊണ്ടുള്ള നേട്ടവും മഹ്മൂദൻ, സ്തുത്യർഹമായി തീരും. അപ്പൊ നമുക്ക് ഒരു നമ്മുടെ ഉള്ളിൽ നല്ലതാ ഉള്ളതെങ്കിൽ പുറത്തും നല്ലത് കാണും, ഇപ്പുറത്തുള്ള നേട്ടവും നല്ലത് കാണും. ഹുസ്നുൽ ഖുലുഖി ലാ തഖ്ഫ ഫിദ്ദീനി ഫളീലത്തുഹു. സൽസ്വഭാവത്തിന്റെ മഹത്വം ദീനിൽ പറയാൻ മാത്രം എല്ലാവർക്കും അറിയാം, പറഞ്ഞറിയിക്കണം. വഹുവല്ലദി മദഹല്ലാഹു സുബ്ഹാനഹു ബിഹി നബിയഹു അലൈഹിസ്സലാം. അള്ളാഹു നബിതങ്ങളെ ഉയർത്തി പറഞ്ഞത്, പുകഴ്ത്തി പറഞ്ഞത് ഈ വിഷയത്തിലാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അക്സറു മാ യുദ്ഖിലു الناس الجنة. ജനങ്ങളെ അധികവും സ്വർഗത്തിൽ കടത്തുന്നത് തഖ്വല്ലാഹി വ ഹുസ്നുൽ ഖുലുഖ്, തഖ്വയും ഹുസ്നുൽ ഖുലുഖുമാണ്, സൽസ്വഭാവവുമാണ്. വഖാല ഉസാമത്ത് ഇബ്നു ശരീഖ് ഖുൽനാ യാ റസൂലല്ലാഹ്, നബിയെ, മാ ഖൈറു മാ ഉതിയൽ ഇൻസാൻ, മനുഷ്യന് നൽകപ്പെട്ടതിൽ ഏറ്റവും നല്ല കാര്യം എന്താണ്? ഫഖാല ഖുലുഖുൻ ഹസനുൻ, സൽസ്വഭാവമാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ഹസനല്ലാഹു ഖുലുഖം ദിഇൻ വ ഖൽഖഹു ഫയുത്ഇമുഹുൻ നാർ. അള്ളാഹു ഒരു മനുഷ്യന്റെ സ്വഭാവം നന്നാക്കി, സ്വഭാവവും സൃഷ്ടിപ്പും നന്നാക്കിയിട്ട് എന്നിട്ട് അവനെ തീ തിന്നിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകൂല. അപ്പൊ സ്വഭാവം നന്നായാൽ അവൻ സ്വർഗത്തിൽ കടക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം യാ അബാ ഹുറൈറത അലൈക ബി ഹുസ്നുൽ ഖുലുഖ്. അബൂ ഹുറൈറ, നീ ഹുസ്നുൽ ഖുലുഖാണ് നന്നായി ശ്രദ്ധിക്കേണ്ടത്. ഖാല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വമാ ഹുസ്നുൽ ഖുലുഖ് യാ റസൂലല്ലാഹ്. നബി, എന്താ ഹുസ്നുൽ ഖുലുഖ്? ഖാല തസ്ലു മൻ ഖതഅക വതഅഫു അമ്മൻ ളലമക വതുഅതി മൻ ഹറമക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ പറഞ്ഞു, നിന്നോട് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവരോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. തഅഫു അമ്മൻ ളലമക, ഇങ്ങോട്ട് ആക്രമിച്ചവന് അങ്ങോട്ട് വിട്ടുവീഴ്ച നൽകുക. വതുഅതി മൻ ഹറമക, ഇങ്ങോട്ട് നിഷേധിച്ചവന് അങ്ങോട്ട് നൽകുക.
ഞാൻ പലപ്പോഴും നമ്മളെ ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പൊ വ്യാപകമായി ഉപയോഗിക്കുകയും പറയുകയും ചെയ്യാറുള്ള കാര്യങ്ങളിൽ ഒന്നാണ് ഫോർഗിവ്നെസ് തെറാപ്പി എന്ന് പറയുന്നത്. ഞാനത് പഠിക്കുമ്പോൾ ഒരു US ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ടീമിന്റെ ഒരു കോഴ്സ് ഇത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഒരു പ്രോഗ്രാമിന് മാത്രം വലിയ ഫീസ് എന്ന് പറഞ്ഞാൽ 50,000 അതിന്റെ മേലോട്ടൊക്കെ ഉള്ള ഫീസാണ് അതിൻ്റെ. ആ ഫീസ് ആ കോഴ്സിൽ കാര്യമായി പരാമർശിക്കുന്ന ഒരു സംഗതി ഫോർഗിവ്നെസ് തെറാപ്പി. അതിന്റെ നേട്ടമാണെങ്കിലോ രോഗശമനത്തിന്, ഒരുപാട് പ്രശ്നങ്ങളുടെ പരിഹാരം, ഇതെല്ലാം ഫോർഗിവ്നെസ് തെറാപ്പി ചെയ്യുമ്പോൾ നടക്കുന്നു. എന്താ ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ അഫു ചെയ്യുക. അഫു അമ്മ തലമൊക്കെ എന്നതിലെ അഫുവാണ്. അതിനവര് ഒരു പ്രത്യേകമായ വസന് വെച്ചു. ആ വസനിന് നല്ല ഒരു മാറ്റമുണ്ട്. അതിലുള്ള വസന എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പുറത്തു കൊടുത്തതിന് തന്നെ പിന്നെയും ചെയ്യാം. കാരണം പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും നാവുകൊണ്ടാണ്. പിന്നെ ചില വലിയ മഹാന്മാരെയൊക്കെ ഇത്തിബാ ചെയ്തിട്ട് ചില ആൾക്കാരൊക്കെ എന്നെ പോലെയുള്ള ചിലരൊക്കെ പറയും, ആര് കുറ്റം പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എന്ന് പറയും. ഒരിക്കലും ആ പദം വലിയ ശരിയല്ല. കുറ്റം പറയൽ ശരിയല്ല. കുറ്റം പറയുന്നതിന് പ്രശ്നമില്ല എന്നും പറയരുത്. കുറ്റം പറയരുത്. ആരും ആരെയും കുറ്റം പറയും. എന്നെ കുറ്റം പറഞ്ഞോ എന്നും പറയരുത്. കുറ്റം നമ്മൾ പറയാനുള്ളതല്ല. ആരുടെ കുറ്റം ആരും പറയാനുള്ളതല്ല. നമ്മളെ കുറ്റം പറയാനും പ്രത്യേകിച്ച് അനുമതി കൊടുക്കാനും പാടില്ല. അതേസമയത്ത് ആരെങ്കിലും പറഞ്ഞാൽ പുറത്തു കൊടുക്കണം, അത് മറ്റൊരു വിഷയം. വലിയ വലിയ സൂഫിയാക്കളായ വലിയ മഹാന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ട് സാധാരണക്കാരായ നമ്മൾ പോലുള്ള ആൾക്കാർ എന്നെ ആർക്കും എന്തും പറയാം എന്ന് പറയുന്നത് വലിയ ഗുണമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഒരാള് നമ്മളെ ഒരു കുറ്റം പറയുന്ന സമയത്ത് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യും. ഒരു ബന്ധം മുറിച്ചാൽ അങ്ങോട്ട് ബന്ധം ചേർക്കുക. ഇങ്ങോട്ട് ബന്ധം ചേർത്താൽ അങ്ങോട്ടും ചേർക്കാം. അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ഇങ്ങോട്ട് ചിരിച്ചാലേ അങ്ങോട്ട് ചിരിക്കുള്ളൂ, അത് വേണ്ട. ഇങ്ങോട്ട് ചിരിച്ചിട്ടില്ലെങ്കിലും അങ്ങോട്ട് ചിരിക്കുക. ചിലപ്പോ ഈ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, ഞാൻ അയാളോട് ചിരിച്ചിട്ട് തിരിച്ചയാൾ ചിരിച്ചില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമമായി. ആ വിഷമം സ്വാഭാവികമാണ്. പക്ഷെ ആ വിഷമമായാൽ ആ വിഷമം പിന്നെ മനസ്സിൽ ഇടാതെ മായ്ച്ചു കളയണം. മായ്ച്ചു കളയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് തക്റാർ, ആവർത്തനം. ആവർത്തനത്തില് ഒരു തെറാപ്പി സ്റ്റൈലാണ് ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ ഒരാളെ ഒന്ന് കണ്ണടച്ചിരുന്ന് ആ മനസ്സ് കണ്ടിട്ട് അയാളോട് തസവൂറാക്കാൻ, തഖ്ദീറില്, സങ്കല്പത്തിൽ, വിഷ്വലൈസിൽ അവരോട് പറയാ, ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു തന്നു. ആവർത്തിച്ച് പറയാം. ആവർത്തിച്ച് സാങ്കല്പികമായി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന്, അത് പലപ്പോഴായിട്ട് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ നിന്ന് അതങ്ങോട്ട് മാഞ്ഞില്ലാതായി പോകും. അങ്ങനെ മനസ്സിന്റെ അഗാധതലം, ഇപ്പോ മനസ്സിനെ കുറിച്ചുള്ള പഠനങ്ങൾ പറയുന്നത് സബ് കോൺഷ്യസും കോൺഷ്യസും ഉണ്ട് എന്ന്. ഇമാമിന്റെ അജായിബുൽ ഖൽഖ്, ഇതിൽ പിന്നെ ഖൽബിന്റെ അജായിബ് വേറെ തന്നെ അടുത്ത റുബുവിൽ അത് പറയുന്നുണ്ട്. വിശാലമായ ചർച്ചയുണ്ട്. ഖൽബ് എന്താണ്, അതിന്റെ ജുസ് എന്താണ്, അതില് ഖൽബിനെ ഏതൊക്കെ അർത്ഥത്തിൽ പറയാം, റൂഹ് എന്ന അർത്ഥത്തിൽ പറയോ, അതല്ലെങ്കിൽ ഖൽബ് തന്നെ പിന്നെ ഈ മെറ്റീരിയൽ എന്ന അടിസ്ഥാനത്തിൽ പറയുന്നത് എങ്ങനെ, അതല്ല അതിനാത്മീയമായ ഒരു റൂഹ് വന്ന് ഇഫക്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടുണ്ട്, ആ പാർട്ടിന് പറയുന്നതാണോ, ഇങ്ങനെ തുടങ്ങി വിശാലമായ ചർച്ച വളരെ ഭംഗിയായിട്ട് അതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഈ അഫു എവിടെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാണ് ആ പ്രവർത്തിക്കുന്നത്. ആ സബ് കോൺഷ്യസിൽ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അപ്പോ നമ്മുടെ ഇതൊക്കെ മാറി 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 വരുന്നത്. അപ്പൊ തൊസുലുമൻ കത്താക്കി, ഇങ്ങോട്ട് ബന്ധം മുറിച്ചാൽ അങ്ങോട്ട് ബന്ധം ചേർക്കുക. അത് പറയാൻ നല്ല സുഖമുണ്ട്, പക്ഷെ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ വെറുതെയാണ് ആ വാക്ക്. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. പലപ്പോഴും ഇതിന് നമുക്കൊരു കൂട്ടുകാരൻ നല്ലതാണ്. കൂട്ടുകാരൻ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ പറ്റും. നമുക്ക് മാർഗനിർദ്ദേശം തരാൻ പറ്റുന്ന ഒരു സുഹൃത്ത്, ഒരു ഗുരുനാഥൻ, അത് നല്ലതാണ്. ഇനി അതല്ല, മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കാം. നമ്മൾ സാധാരണ ഈ ആശയത്തിൽ നമ്മളോട് യോജിക്കുന്ന ഒരു കൂട്ടുകാരൻ, അവരെ ഉപയോഗിക്കാം. അവരോട് ഈ വിഷയത്തിൽ പരസ്പരം എന്ത് തേടുക, ഈ സഹായം തേടുക, പരസ്പരം സഹായിക്കുക. എന്നിട്ട് ആ സഹായത്തിലൂടെ, തആവുനിലൂടെ, പരസ്പര സഹായത്തിലൂടെ ഇത് നടപ്പിലാക്കുക. എന്നിട്ട് തസ്ലുമൻ ഖത്താഅ, ഇങ്ങോട്ട് ബന്ധം മുറിച്ചാലും അങ്ങോട്ട് ബന്ധം ചേർക്കുക.
മുറിച്ചവരോട് ചേർക്കുന്നതിന് വലിയ മഹത്വമുള്ളൂ. മറ്റത് ഇൻഫിയാലായിട്ടുണ്ടാവും, ഇങ്ങോട്ട് ബന്ധം ചേർക്കും അങ്ങോട്ട് ചേർത്ത് പോകും. അതിൽ വലിയ പ്രസക്തി എന്ന് പറയാൻ മാത്രം, സ്വഭാവം വലിയ സൽസ്വഭാവം എന്ന് പറയാൻ മാത്രം ഒന്നും അതില്ല. സൽസ്വഭാവമാണ്, എടുത്തു പറയാൻ മാത്രമൊന്നും. ഇങ്ങോട്ട് മുറിക്കുമ്പോഴും അങ്ങോട്ട് ചേർക്കുമ്പോഴാണ് തേഫു അമ്മ തലമക്ക്. ഇങ്ങോട്ട് ആക്രമിക്കുമ്പോഴും അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് നമ്മളത് കൊണ്ട് നടക്കുകയാണ് ചിലർ. സലിമാമ് വേറെ അത് പറയുന്നു. പിന്നെ ഇങ്ങോട്ട് ആക്രമിച്ചിട്ട് ആക്രമിച്ചതിനെ നമ്മളിങ്ങനെ അവൻ എന്നോട് ആക്രമിച്ചു കളഞ്ഞു, അത് ബാക്കി എന്ത് വേണമെങ്കിലും ഞാൻ പൊരുത്തപ്പെടാം, അതെന്നെ കൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല. അതിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ആ പൊരുത്തപ്പെടാതെ കൊണ്ടു നടക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? നശിക്കുന്നത് നമ്മളാണ്. നമ്മുടെ ദുനിയാവും നശിക്കുന്നു, നമ്മൾ ആഖിറവും നശിക്കുന്നു. കാരണം മറ്റൊരുത്തന്റെ പ്രയാസം നമ്മളെ മനസ്സിലുണ്ടായാൽ, മറ്റൊരുത്തനോടുള്ള വിഷമം നമ്മളെ മനസ്സിലല്ലേ ആ വിഷമം ഉണ്ടാകുക. ആ വിഷമം ഉണ്ടായാൽ നശിക്കുന്നത് നമ്മുടെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എൻസൈമുകൾ, നെഗറ്റീവ് ഹോർമോണുകൾ ഉണ്ടാകുന്നു, സെല്ലുകൾ നശിച്ചു പോകുന്നു, ക്യാൻസർ പോലുള്ള രോഗം ഉണ്ടാകുന്നു. അപ്പൊ എന്താ കുഴപ്പം? ആർക്കാ നഷ്ടം? നമുക്ക് തന്നെ. ഇപ്പൊ മറ്റൊരാള് നമ്മളെ ആക്രമിക്കുന്ന സമയത്ത് അത് നമ്മുടെ ഉള്ളിൽ കിടക്കാൻ പാടില്ല. എന്ത് ചെയ്യണം? നമ്മുടെ ഉള്ളിൽ നിന്ന് കൊടുത്ത് ഒഴിവാക്കണം. താഫു അമ്മ വലമക്ക്. ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ പൂർണ്ണമായി മോചിപ്പിച്ചിരിക്കുന്നു. അതാണ് ഇതിനുള്ള വാചകം. ആ ഫോർഗിവ്നെസ് തെറാപ്പി ചെയ്യുന്നൊരു രീതിയുണ്ട്. വേറെ തന്നെ നമ്മൾ വിശദീകരിച്ചത് നമ്മൾ യൂട്യൂബ് ചാനലിലൊക്കെ കാണാം. അപ്പൊ അതിൽ നമ്മൾ പറയുന്ന വാക്കാണ്, ഞാൻ നിങ്ങൾക്കെല്ലാം പുറത്തു തന്നിരിക്കുന്നു, ഞാൻ നിങ്ങളെ പൂർണ്ണമായി മോചിപ്പിച്ചിരിക്കുന്നു. അഷ്റഫ് അലി സഖാഫി സൂചിപ്പിച്ചു. അപ്പൊ താഫു അമ്മ വലമക്ക്, ഇങ്ങോട്ട് ആക്രമിച്ചവൻ അങ്ങോട്ട് വിട്ടുവീഴ്ച കൊടുക്കുക. അത് നമ്മളെ സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. ഇപ്പൊ തുൽത്തുമൻ ഹറമക്ക്, ഇങ്ങോട്ട് നമ്മുടെ ഒരു അവകാശം ഒരാൾ നിഷേധിച്ചു, എന്റെ ഒരു അവകാശം മറ്റൊരാൾ എനിക്ക് നിഷേധിച്ചു, അയാൾക്ക് അങ്ങോട്ട് കൊടുക്കുക. വിശദമായ ചർച്ചകൾ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ഇനിയും പറയാം. അതായത് ഇങ്ങോട്ട് ഒരാൾ നമ്മളൊരു അവകാശം നിഷേധിച്ചാൽ നമുക്കിങ്ങനെ വിഷമം, എന്റെ അത് നിഷേധിച്ചു കളഞ്ഞു, എന്നെ പുറത്താക്കി കളഞ്ഞു, എന്നെ അങ്ങനെ എന്റെ ഒരു അവകാശം തടഞ്ഞു കളഞ്ഞു, എന്നെ അങ്ങനെ തകർത്ത് കളഞ്ഞു. അവരോടുള്ള പ്രയാസം ഇല്ലാതാക്കാനുള്ള വഴി എന്താ? അവൻ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇങ്ങോട്ട് നമ്മളെ കുറ്റം പറയുമ്പോ അങ്ങോട്ട് അവന്റെ എന്തെങ്കിലും ഒരു നല്ല കാര്യം അവന്റെ പറയാൻ ചാൻസ് ഉണ്ടോ? അത് പറയാം. അപ്പൊ നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ഇതും കൂടെ മായ്ച്ചു കളയാനുള്ള ഒരു വഴിയാണ്. അത് വെറുതെ ഇട്ടാൽ അതിന് പിന്നെ ഇങ്ങനെ അങ്ങനെ കത്തി കത്തി വരും. പിന്നെ അത് എടുത്ത് ഒഴിവാക്കാൻ പറ്റൂല. ആ വിത്ത് വൃക്ഷമായി പോകും. അതൊരു വിത്താണ്. വിത്തുള്ളത് നല്ല വളമുള്ള മണ്ണിലാണ് വിത്തുള്ളത്. ആ വിത്ത് ഇങ്ങനെ വൃക്ഷമായി വന്നാൽ പിന്നെ എടുത്ത് ഒഴിവാക്കാൻ പറ്റില്ല, കുടിയും. പിന്നെ നമ്മൾ വഷളാകും, നമ്മൾ തന്നെ വഷളായ. ആ വിഷമം നമ്മൾ ഉള്ളിൽ കിടന്നാൽ നമ്മൾ തന്നെയാണ് വഷളാകുക. എന്നെ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു, എന്നെ സംഘടനയിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു, എന്നെ നമ്മളെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. അതും കൊണ്ട് ഇങ്ങനെ നടന്നാൽ അതിങ്ങനെ വലുതായി നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പൊ അവർക്ക് അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ കൊടുത്തിട്ട് നമ്മളൊന്ന് ക്ലിയർ ആക്കി കളയും, അല്ലെ കുടുങ്ങിപ്പോകും. വലായഫ അന്ന സമറത്തുൽ ഖുലുഖിൽ ഹസൻ, നല്ല സ്വഭാവത്തിന്റെ നേട്ടം. വലായഫ അന്ന സമറത്തുൽ ഖുലുഖിൽ ഹസനി അൽ ഇൽഫത്തു, ഇൽഫത്താണ്. പങ്കിത്താവുൽ വഹ്സത്തി, ഒരു ഇണക്കം കിട്ടും. എവിടെ ഇണങ്ങാൻ പറ്റും? സൽസ്വഭാവം ഉണ്ടായാൽ. പങ്കിത്താവുൽ വഹ്സത്തി, ഒറ്റപ്പെട്ടു പോകൂല. നമുക്കൊരു ഒറ്റപ്പെട്ടു പോകൽ ഒഴിവാകും. വഹ്മാ ത്വാബ വമഹ്മാ ത്വാബൽ മുസ്മിറു ത്വാബത്തി സമറത്ത്, മുസ്മിർ നന്നായാൽ സമറത്തും നന്നാണ്, വൃക്ഷം നന്നായാൽ ഫലം നന്നാണ്. ഇതുപോലെ നമ്മുടെ ഉള്ളിലുള്ള സ്വഭാവം നന്നായാൽ അതിന്റെ ഇപ്പുറത്തുള്ള നേട്ടവും നന്നാണ്. കൈഫ വഖദ് വറദ ഫി സനാഇ അലാ നഫ്സിൽ ഇൽഫത്തി, ഇൽഫത്തിനെ കുറിച്ച് മാത്രം എത്ര പറഞ്ഞിട്ടുണ്ട്. സിയമ ഇദാ കാനത്ത് റാബിത്തത്തു ഹിയ തഖ്വ വദ്ദീനു വഹുബ്ബുല്ലാഹി, പ്രത്യേകിച്ച് അതിനൊരു റാബിത്തുണ്ട്. സ്വഭാവം എന്ന് പറയുന്നത് നന്നാകുന്നതിന്റെ കാരണം, അതിന്റെ റാബിത്ത, അതിന്റെ ബന്ധം, അതിന്റെ കാരണം അത് തഖ്വയും ദീനും അള്ളാഹുവിന്റെ വഴിയിലുള്ള ഹുബ്ബും കൂടിയാണെങ്കിൽ മിനൽ ആയാത്തി വൽ അഖ്ബാരി വൽ ആസാരി, ആയത്ത് ഹദീസ് ആസാറുകൾ, മാഫീഹി കിഫായത്തും വ മുഖന്യം, മതിയാകോളം ഉണ്ട്. ഖാലല്ലാഹു തആല മുദ്ഹിറൻ, അള്ളാഹു തആല അളീമ മിന്നത്തിഹി, അതിന്റെ
അവന്റെ വലിയ അനുഗ്രഹം എടുത്തു പറഞ്ഞിട്ടല്ല പറഞ്ഞത് കാണാം. അലൽ ഖൽഖി, സൃഷ്ടികൾക്ക് ബിനിഅമത്തിൽ ഇൽഫത്ത്, ഈ ഇണക്കത്തിന്റെ അനുഗ്രഹത്തെ എടുത്തു പറഞ്ഞത് ആയത്തിൽ കാണാം. ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ, ഭൂമിയിലുള്ള എല്ലാ സ്വത്തും ചെലവഴിച്ചാലും മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, അവരുടെ മനസ്സിണക്കാൻ കഴിഞ്ഞോളന്നില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അള്ളാഹു അവരുടെ മനസ്സിണക്കി തന്നു എന്നത് വലിയ അനുഗ്രഹമായിട്ട് പറഞ്ഞതാണ്. കാരണം സ്വത്ത് യഥേഷ്ടമുണ്ട്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തല്ലി തീർത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്ത് സ്വസ്ഥതയുണ്ടാകുക? തല്ലി തീർക്കുമ്പോൾ ഒരു സ്വസ്ഥത ഉണ്ടാവൂല. അപ്പോ പരസ്പരം കലഹിക്കുക എന്നുള്ളത് സ്വയം നാശമാണ്. എത്ര സ്വത്തുണ്ടായാലും അത് സാധിക്കൂല. അള്ളാഹു ചെയ്യുന്ന വലിയ നിഅമത്താണ് ഇൽഫത്ത്, ഇണക്കം ഉണ്ടാകുക. അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് നിങ്ങൾ സാഹോദര്യമുള്ളവരായി തീർന്നു. ഐ ബിൽ ഇൽഫത്ത്, ഈ ഉദ്ദേശിച്ച് ഈ ആയത്തിൽ പറഞ്ഞത് ഇണക്കമുള്ളവരായി തീർന്നു. തുമ്മതമ്മ തഫ്രീഖത്ത, ഭിന്നിപ്പിനെ അള്ളാഹു ആക്ഷേപിച്ചു. വസജറ അൻഹ, അതിനെ അകറ്റി നിർത്താൻ പറഞ്ഞു. ഫഖാല അസ്സ മിൻ ഖാഇൽ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിന്റെ വഴിയിൽ പിടിച്ചു നിൽക്കണം, ഒന്നിച്ചു നിൽക്കണം, ഭിന്നിക്കരുത്. ലഅല്ലക്കും തഹ്തദൂൻ, എന്നാൽ നിങ്ങൾ ഹിദായത്തുള്ളവരായി തീരും. ഇന്ന അഖ്റബക്കും മിന്നി മജ്ലിസൻ, എന്റെ അടുക്കൽ ഏറ്റവും അടുത്തവരാരാന്നറിയോ? അഹാസിനുക്കും അഖ്ലാഖ, ഏറ്റവും സൽസ്വഭാവമുള്ളവരാണ്. അവൽ മുവത്തിഊന അക്നാഫ, തോളോട് തോണ് ചേർന്ന് നിൽക്കുന്നവർ. അല്ലദീന യഅ്ലഫൂന വയുഅ്ലഫൂൻ, അവരങ്ങോട്ട് ഇണങ്ങും, അതുകൊണ്ട് ബാക്കിയുള്ളവർ ഇങ്ങോട്ടും ഇണങ്ങും. അങ്ങനെയുള്ളവരാണ് അവർ. അവർ മറ്റുള്ളവരോട് ഇണങ്ങും, അവരോട് മറ്റുള്ളവരും അപ്പോൾ ഇണങ്ങും. അത് രണ്ടും ഒന്നിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് മറ്റൊന്ന്. അങ്ങനെ ഇണങ്ങുന്നവർ എന്നോട് ഏറ്റവും അടുത്തവരാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ ഭയങ്കര റേറ്റ് കിട്ടും. ഈ ഒരു ഗുണം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ റേറ്റ് കൂടി, നോമ്പിന്റെ റേറ്റ് കൂടി, എല്ലാത്തിന്റെ വിലയും കൂടും, കൂട്ടിത്തരും അള്ളാഹു. അപ്പോ വില ഭയങ്കരമായിട്ട് കൂട്ടാനുള്ള, നമ്മളെ കയ്യിലുള്ള ചെറിയ ചെറിയ അമലുകളുടെയൊക്കെ വില വലുതായിട്ട് കൂട്ടിയെടുക്കാനുള്ള ഒരു പരിപാടിയാണ് സ്വഭാവം നന്നാകുക. സ്വഭാവം നന്നാകുമ്പോ വിശദമായി ഇനിയും വരുന്നുണ്ട്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനു ഇൽഫുൻ മഅ്ലൂഫുൻ, ശരിയായ വിശ്വാസിയാണോ അവൻ ഇണങ്ങുന്നവനാണ്, അവനോട് ബാക്കിയുള്ളവർ ഇണങ്ങുന്നവരാണ്. വലാ ഖൈറ ഫീമൻ ലാ യഅ്ലഫു വലാ യുഅ്ലഫ്, അങ്ങോട്ട് അവൻ ആരോടും അവന് കൂടാൻ കഴിയില്ല, അവനോട് വേറെ ആരും കൂടുകയില്ല. തീരെ ഖൈറില്ലാത്തവരാണ്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിസ്സനാഇ അലൽ ഉഖുവത്തി ഫിദ്ദീൻ, അള്ളാഹുവിന്റെ വഴിയിലുള്ള ആ ഒരു സാഹോദര്യത്തെ സൂചിപ്പിച്ച് അള്ളാഹു പറഞ്ഞു, മൻ അറാദല്ലാഹു ബിഹി ഖൈറൻ റസഖഹു ഖലീലൻ സ്വാലിഹൻ, അള്ളാഹു ഒരാൾക്ക് നന്മ ഉദ്ദേശിച്ചാൽ അവന് നല്ലൊരു നല്ല മനുഷ്യനായ ഒരു കൂട്ടുകാരനെ നൽകും. ഇൻ നസിയ ദക്കറഹു, അവനോടൊരു നന്മ മറന്നുപോയാൽ അയാൾ പറഞ്ഞു കൊടുക്കും, ഈ നന്മ ചെയ്യട്ടോ, ഓർമ്മിപ്പിച്ചു കൊടുക്കും. വൈൻ ദക്കറ ആനഹു, ഇനി അത് ഓർമ്മയായാൽ അവന് ഓർമ്മ ഉണ്ട്, അവന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കൂടിക്കൊടുക്കും, സഹായിച്ചു കൊടുക്കും. അവനൊരു നന്മ ചെയ്യാൻ പോകുമ്പോ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ പ്രോത്സാഹനം കൊടുക്കും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ അമലാണിത്. നമ്മുടെ ഹാപ്പി സോൺ പ്ലാറ്റ്ഫോം ഒക്കെ വികസിപ്പിക്കുന്ന ഒരു മാനദണ്ഡം, ഒരു കൺസെപ്റ്റ് അത് ഇതാണ്. അള്ളാഹു നമുക്കത് കബൂലാക്കി തരട്ടെ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മസലുൽ അഖവൈനി ഇദൽ തഖയാ മസലുൽ യദൈനി തഗ്സിലു ഇഹ്ദാഹുമാ അൽ ഉഖ്റ, രണ്ട് സഹോദരന്മാരുടെ ഉദാഹരണം, അള്ളാഹുവിന്റെ വഴിയിലുള്ള സഹോദരന്മാരുടെ ഉദാഹരണം, ഇദൽ തഖയാ, അവർ പരസ്പരം ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവരുടെ ഉദാഹരണം മസലുൽ യദൈൻ, രണ്ട് കൈ പോലെയാണ്. തഗ്സിലു ഇഹ്ദാഹുമാ അൽ ഉഖ്റ, ഒരു കൈ ചളിയായാൽ മറ്റേ കൈ കൊണ്ട് കഴുകാം. വമൽ തഖാ മുഅ്മിനാനി ഖത്തു ഇല്ലാ അഫാദല്ലാഹു അഹദഹുമാ മിൻ സാഹിബിഹി ഖൈറ, രണ്ട് മുഅ്മിനീങ്ങൾ ഒരിക്കലും ഒരുമിച്ച് കൂടുന്നില്ല ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഖൈർ കിട്ടിയിട്ടല്ലാതെ. അപ്പൊ പരസ്പരം ഒരുമിച്ച് കൂടി എപ്പോഴും ഖൈറാണ്, വലിയ അമലാണ്. മുഅ്മിനീങ്ങൾ പരസ്പരം ഒന്ന് ഒരുമിക്കുക, രണ്ടാളുകൾ ഒരുമിക്കുക എന്നത്, ഒരുമിച്ചൊന്ന് കൂടുക എന്നുള്ളത് വലിയ അമലാണ്. അതിനുവേണ്ടി പരസ്പരം യാത്ര ചെയ്യുന്നതും എല്ലാറ്റിന്റെ മഹത്വവും ശേഷം പറയുന്നുണ്ട്. ഖാല അലൈഹിസ്സലാം ഫി തർദീബി ഫിൽ ഉഖുവത്തി ഫില്ലാ, അള്ളാഹുവിന്റെ വഴിയിലുള്ള ഉഖുവത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ട് മുത്തുനബി തങ്ങൾ പറഞ്ഞത് കാണാം, മൻ ആഹാ അഖം ഫില്ലാഹി
റഫഅഹുല്ലാഹു ദറജത്തൻ ഫിൽ ജന്നത്തി ലാ യനാലുഹാ ബിശൈഇൻ മിൻ അമലിഹി. അള്ളാഹുവിന്റെ വഴിയിൽ ഒരാള് സാഹോദര്യം സ്ഥാപിച്ചാൽ, അള്ളാഹുവിന്റെ വഴിയിൽ ഒരാൾ സാഹോദര്യം സ്ഥാപിച്ചാൽ റഫഅഹുല്ലാഹു, അള്ളാഹു അവന് ഉയർത്തി കൊടുക്കും, ദറജത്തൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു പദവി ഉയർത്തി കൊടുക്കും. ലാ യനാലുഹ ബിശൈഇൻ മിൻ അമലിഹി, ആ നേട്ടം മറ്റ് അമല് കൊണ്ട് ഉണ്ടാവില്ല. ഈ ഉഖുവത്തിന്റെ ആ ഒരു പദവി മറ്റ് ഒരു അമല് കൊണ്ടും ഇല്ലാത്ത പദവി ഉഖുവത്ത് കൊണ്ടുണ്ട്. വലഖാല അബൂ ഇദ്രീസുൽ ഖൗലാനി റഹിമഹുല്ലാ ലി മുആദ്, മുആദ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞു, ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്, ഞാൻ നിങ്ങളെ അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. ഫഖാല ലഹു അബ്ശിർ സുമ്മ അബ്ശിർ, എന്നാ നിങ്ങൾ വേണ്ടോളം സന്തോഷിച്ചോ എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു ഉയർന്ന ആളാണ്, ബഹുമാനപ്പെട്ടവരോട് ചെന്നിട്ട് പറയാണ്, എനിക്ക് നിങ്ങളോട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചിലർ പറയും, ഉസ്താദേ എനിക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ പറയും. അങ്ങനെ ഇഷ്ടം തോന്നിയാൽ അത് പറയുന്നത് നല്ലതാണ്, എന്ന് പലപ്പോഴും ചില ഹദീസുകളുടെ വിശദീകരണത്തിൽ മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത് കാണാം. പറയണം, സ്നേഹം തോന്നിയാൽ അത് പറയാം. വിധങ്ങളുടെ തന്നെ ചില ഹദീസിലും അങ്ങനെ കണ്ടതായിട്ട് ഉണ്ട്. അപ്പോ അബ്ശിർ സുമ്മ അബ്ശിർ, നിങ്ങൾ നല്ല സന്തോഷിച്ച കേട്ടോ, ഭയങ്കര നല്ല കാര്യമാണ്. ഫഇന്നി സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, യുൻസബു ലിത്വാഇഫത്തിൻ മിനൻ നാസി കറാസിയു ഹൗലൽ അർശി യൗമൽ ഖിയാമ വുജൂഹുഹും കൽ ഖമരി ലൈലത്തൽ ബദർ യഫ്സഉ الناس وهم لا يفزعون ويخاف الناس وهم لا يخافون وهم أولياء الله الذين لا خوف عليهم ولا هم يحزنون. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുൻസബു സ്ഥാപിക്കപ്പെടും, ലിത്വാഇഫത്തിൻ മിനൻ നാസ് ഒരു കൂട്ടം ജനങ്ങൾക്ക്, കറാസി ഭയങ്കര ചെയർ, ഹൈ ഇതുള്ള ചെയർ, ഹൗലൽ അർശി അർശിന് ചുറ്റിലും, യൗമൽ ഖിയാമ ഖിയാമത്ത് നാൾ, വജൂഹുഹും കൽ ഖമരി ലൈലത്തൽ ബദർ അവരെ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. ഇവിടെ ശരീരത്തിന്റെ നിറം കൊണ്ട് ഇച്ചിരി കറുത്തുപോയവരൊക്കെ ഉണ്ടാവും, പക്ഷെ അവിടെ എത്തുമ്പോ അവരെ മുഖമൊക്കെ അങ്ങനെ വെട്ടിത്തിളങ്ങും. യഫ്സഉന്നാസു ജനങ്ങളൊക്കെ അങ്ങനെ ബേജാറാകുന്ന സമയത്ത് വഹും ലാ യഫ്സഊൻ അവർക്ക് യാതൊരു ബേജാറും ഇല്ല. യഖാഫുന്നാസു വഹും ലാ യഖാഫൂൻ ജനങ്ങളൊക്കെ പേടിക്കുമ്പോ അവർക്ക് ഒരു പേടിയുമില്ല, പേടി അല്ലാഹ് കൊടുത്തിട്ടില്ല. വഹും ഔലിയാ ഉല്ലാഹി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാണ്. അല്ലദീന ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അവർക്ക് ഭയമില്ല, ദുഃഖമില്ല. ഫഖീല മൻ ഹൗലാ യാ റസൂലുള്ളാഹ്, ആരാ നബിയെ അത്? ഹുമുൽ മുതഹബ്ബൂന ഫില്ലാഹി തആല അള്ളാഹുവിന്റെ വഴിയിൽ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ്. ഈ സ്നേഹം പ്രകടിപ്പിക്കാൻ ചെലവ് കുറവാണ്. മനസ്സിൽ ഈ വിഷയത്തോടുള്ള ഒരു ഇഷ്ടം തോന്നുക എന്നതാണ് ഇതിന് പ്രാധാന്യം തോന്നുന്നത്. അയാളെ ഒന്ന് സന്ദർശിക്കുക, വേറെ ഒരു നേട്ടവും ഇല്ല. നേട്ടം എന്താ? അയാൾക്കൊരു നല്ല കാര്യത്തിൽ ഒരു പ്രോത്സാഹനം കൊടുക്കാം, അയാളെ കാര്യത്തിൽ നിന്ന് പോയിട്ട് അയാളൊന്ന് സന്തോഷിപ്പിക്കാം, ഇതേ ചിന്ത ഉള്ളൂ. ഈ ചിന്തയുടെ പേരിൽ പരസ്പരം എന്ത് ചെയ്യുന്നു? സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നവരുടെ മനസ്സിങ്ങനെ ശുദ്ധമായിക്കൊണ്ടിരിക്കും, മനസ്സിനിങ്ങനെ തിളക്കമുണ്ടായിക്കൊണ്ടിരിക്കും. റവാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വഖാല ഫീഹി, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഇന്ന ഹൗലൽ അർശി മനാബിർ മിൻ നൂർ, അർശിന് ചുറ്റിലും മനാബിറു മിൻ നൂർ വളരെ വെളിച്ചം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന കുറെ ഇതുണ്ട്, സ്റ്റേജ് ഉണ്ട്, ഭയങ്കര ഉയർന്ന പൊസിഷൻ ഉണ്ട്. അലൈഹ ഖൗമുൻ അവിടെ ഒരു കൂട്ടർ അള്ളാഹു ഇരുത്തും, ലിബാസുഹും നൂർ അവരുടെ വസ്ത്രം ഇങ്ങനെ തിളങ്ങും, ഡെക്കറേറ്റഡ് ആയിരിക്കും. വുജൂഹുഹും നൂർ അവരുടെ മുഖം ഇങ്ങനെ തിളങ്ങും. ലൈസൂബി അംബിയ അവല ശുഹദ അവർ അമ്പിയാക്കള് ശുഹദാക്കൾ എന്നല്ല, അവർക്ക് ഓൾറെഡി അങ്ങനെ ഉണ്ടല്ലോ. വല യഖ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദ അമ്പിയാക്കള് ശുഹദാക്കളൊക്കെ നോക്കൂ, ഇതേതാ കൂട്ടര്. ഫഖാലു യാ റസൂലല്ലാഹ് സിഫ്ഹും ലനാ, ആരെക്കുറിച്ചാ നബിയായി പറയുന്നത്? ഫഖാല ഹുമുൽ മുതഹബ്ബൂന ഫില്ലാഹി അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവരാണ്. വൽ മുതജാലിസൂന ഫില്ലാഹി അള്ളാഹുവിന്റെ വഴിയിൽ പരസ്പരം സംഗമിക്കുന്നവരാണ്. വൽ മുതസാഫിറൂന ഫില്ലാഹി അള്ളാഹുവിന്റെ വഴിയിൽ പരസ്പരം സന്ദർശിക്കുന്നവരാണ്. ഇതൊക്കെ പറയുമ്പോ നമ്മളെ വീടുകളിലും വേണം, മക്കളെ കൂടെയും നമ്മളെ അഹ്ലിന്റെ കൂടെയൊക്കെ ഒന്നിച്ചിരിക്കണം, സ്നേഹം പ്രകടിപ്പിക്കണം. എന്നിട്ട് അവരെ പരസ്പരം സന്ദർശിക്കേണ്ടി വന്നാൽ സന്ദർശിക്കുകയൊക്കെ ചെയ്യണം. അതുപോലെ മറ്റു കൂട്ടുകാരെയും
സന്ദർശിക്കുകയോ ഒക്കെ ചെയ്യണം. അതിനെല്ലാം ഈ സ്നേഹപ്രകടനത്തിന്റെ പ്രതിഫലം തന്നെയാണ്. അത് രണ്ട് പ്രതിഫലം ഉണ്ടാവും അവിടെയാകുമ്പോൾ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തഹാബ്ബത്നാനി ഫില്ലാഹി ഇല്ലാ കാന അഹബ്ബുഹുമാ ഇലല്ലാഹി അശദ്ദഹുമാ ഹുബ്ബൻ ലിസാഹിബിഹി. രണ്ടുപേര് പരസ്പരം ഇഷ്ടപ്പെട്ടാൽ അതിൽ ഏറ്റവും അള്ളാഹുവിലേക്ക് പ്രിയപ്പെട്ടവരാരാണ്, കൂടുതൽ സ്നേഹം ആരാണ് ചെയ്യുന്ന അവർക്കാണ് സ്ഥാനം കൂടും. അപ്പൊ മത്സരിക്കണം, സ്നേഹിക്കാനും മത്സരിക്കണം. യുഖാലു ഇന്നൽ അഖവൈനി ഫില്ലാഹി ഇദാ കാന അഹദുഹുമാ അഅല മഖാമൻ മിനൽ ആഖരി. അതിടെ ഉള്ള വേറൊരു പ്രത്യേകത എന്താണെന്ന് അറിയോ? യുഖാലു വിശദീകരണം നൽകപ്പെടുന്നത് കാണാം. ഇന്നൽ അഖവൈനി ഫില്ലാഹി, അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന രണ്ട് കൂട്ടുകാർ, ഇതാക്കാൻ അഹദുഹുമ അയല മക്കാമൻ, അതിൽ ഒരാൾ ഭയങ്കര വലിയ മക്കാമിലാണെങ്കിൽ മിനൽ ആഖറി, മറ്റേ ആളെക്കാൾ റഫാൽ ആഖർ, ആഖിറത്തിലെത്തിയാല് അള്ളാഹു മറ്റേ ആളെയും കൂടെ കൂട്ടി ഉയർത്തിക്കൊടുക്കും. മാഹു ഇല മക്കാമിഹി, അയാളെ സ്ഥാനത്തേക്ക് അങ്ങോട്ട് സ്ഥാനക്കയറ്റം കൊടുക്കും, രണ്ടാക്കൂല, അവിടെ ഒന്നിപ്പിക്കും. അള്ളാഹു ഈ ഒരു ബന്ധത്തിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വഅന്നഹു യൽതഹിഖു ബിഹി കമാ തൽതഹിഖു ദുർരിയ്യത്തു ബിൽ അബവൈൻ. ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, സൂറത്തു ദാരിയാത്തിലല്ലായിരുന്നു, അല്ലദീന ആമനു, അവരുടെ മക്കളെയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും എന്ന് പറയുന്ന ഒരു ഭാഗമില്ലായിരുന്നു. സൂറത്തു തൂർ. വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യത്തുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യത്തഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈ കുല്ലും ദിഇൻ ബിമാ കസബ റഹീൻ. അപ്പോ വിശ്വസിച്ച ആ മുഅ്മിനീങ്ങളായ ആൾക്കാരുടെ കൂടെ ദുർരിയത്തിനെയും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ കമാ തൽതഹിഖു ദുർരിയത്തു ബിൽ അബവൈനി, മക്കളെ മാതാപിതാക്കളോട് കൂടെ ഉയർത്തിക്കൊടുക്കും. മാതാപിതാക്കളാണ് ഉയർന്നതെങ്കിൽ, മക്കളാണ് ഉയർന്നതെങ്കിൽ മക്കളുടെ കൂടെ മാതാപിതാക്കളെ ഉയർത്തിക്കൊടുക്കും എന്ന് അവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെയും വൽ അഹ്ലു ബഅദുഹും ബിബഅദ്, അഹ്ല് ഒരാൾ നല്ലവരായാൽ ബാക്കിയുള്ളവരെയും കൂടെ അവരുടെ പേരിൽ ഉയർത്തിക്കൊടുക്കും. ലിഅന്നൽ ഉഖുവത ഇദക്തസബത് ഫില്ലാഹി, അള്ളാഹുവിന്റെ വഴിയിലാണ് ഈ സാഹോദര്യമെങ്കിൽ ലം തകുൻ ദൂന ഉഖുവത്തിൽ വിലാദ, അതൊരിക്കലും നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ ആ ഉഖുവത്തിനേക്കാൾ താഴെ അല്ല, അത് കുറഞ്ഞൊന്നും പോകൂല, അതുകൊണ്ട് ഒരിക്കലും നഷ്ടമാകൂല. വഖാല അസ്സ വജൽ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ ശൈ, അതാണ് അവിടെ പറഞ്ഞത് സൂറത്തു തൂർ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യഖൂലു ഹഖത്ത് മഹബ്ബതി ലില്ലദീന യതസാവറൂന മിൻ അജ്ലി, എന്റെ മഹബ്ബത്ത് സ്ഥിരപ്പെടുന്നത് എവിടെയാണ്? ലില്ലദീന യതസാവറൂന മിൻ അജ്ലി, കൂലി കിട്ടണമെന്ന് കരുതിയിട്ട് പരസ്പരം സന്ദർശിക്കുക. ഹഖത്ത് മഹബ്ബത്തി ലില്ലദീന യതഹബ്ബൂന മിൻ അജ്ലി, എന്റെ പേരിൽ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നവർക്കുള്ളതാണ് എന്റെ മഹബ്ബത്ത്. ഹഖത്ത് മഹബ്ബത്തി ലില്ലദീന യതബാദലൂന മിൻ അജ്ലി, എന്റെ സ്നേഹത്തിന്റെ എന്റെ കാരണത്താൽ പരസ്പരം നൽകുക. ഹഖത്ത് മഹബ്ബത്തി ലില്ലദീന യതനാസറൂന മിൻ അജ്ലി, എന്റെ പേരിൽ പരസ്പരം സഹായിക്കുക. പടച്ചോനെ കരുതിയിട്ട് റബ്ബിന്റെ അടുക്കൽ ആളാകണം എന്ന് കരുതിയിട്ട് പരസ്പരം സഹായിക്കുക. അവിടെ അയാൾക്ക് ഖൈർ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുക, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. ചെയ്യുമ്പോ മുറാദ് പടച്ചോനെ സ്വീകരിക്കണേ, പടച്ചോനെ സ്വീകരിക്കണേ, പടച്ചോനെ സ്വീകരിക്കണം. അപ്പൊ അങ്ങോട്ട് കണക്ട് ചെയ്യണം, അതാണ് നിയ്യത്ത്. അങ്ങനെ കരുതിയിട്ട് പടച്ചോനെ ഇത് നിന്റെ അടുത്തേക്കുള്ളതാക്കണേ എന്നിട്ടുള്ള ആ മനസ്സിലങ്ങനെ കരുതിയ പിന്നെ രക്ഷപ്പെടും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ തആല യഖൂലു യൗമൽ ഖിയാമത്തി, ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, ഐനൽ മുതഹബ്ബൂന ബിജലാലി അൽയൗമ ഉദില്ലുഹും ഫീ ദില്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലി, ഇന്ന് എന്റെ തണലല്ലാത്ത വേറെ തണലൊന്നും ഇല്ല.
എന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച കൂട്ടരട്ടെ ഇവിടെ അവരൊക്കെ വിളിക്കി. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അള്ളാഹുവിന്റെ ദില്ലല്ലാത്ത, തണലല്ലാത്ത, ഒരു തണലും ഇല്ലാത്ത അന്ന് തണല് നൽകുന്ന 7 കൂട്ടരുണ്ട്. ഇമാമൻ ആദിൽ, നീതിപൂർവം ഭരിക്കുന്നവർ, കുടുംബത്തിലായാലും മഹലിലായാലും സ്ഥാപനത്തിലായാലും നാട്ടിലായാലും എവിടെ ഇത് ബാധകാണ്. ഷാബുൻ നശാഫി ഇബാദത്തില്ല, അള്ളാഹുവിന്റെ വഴിയിൽ, അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ വഴിയിൽ യുവത്വം ചെലവഴിക്കുന്നവർ. റജുലുൻ ഖൽബുഹു മുതഅല്ലിഖുൻ ബിൽ മസ്ജിദ് ഇദാ ഖറജ മിൻഹു ഹത്താ യഊദ ഇലൈഹി. മനസ്സ് പള്ളിയുമായി ബന്ധപ്പെട്ടവർ, പുറത്തിറങ്ങിയാൽ വീണ്ടും അങ്ങോട്ട് പോകുന്നവരെ മനസ്സ് പള്ളി തന്നെയാണ്. റജുലാനി തഹാബ ഫില്ലാഹി, അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹിക്കുകയും ഇജ്തമഅ അലാ ദാലിക വതഫറഖ അലൈഹി, അവർ ഒരുമിച്ച് കൂടുന്നു പിരിയുന്നു ഒക്കെ ആ സ്നേഹത്തിന്റെ പേരിലാണ്. റജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐന, അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവർ. റജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു ഹസബിൻ വജബാലിൻ, ഭംഗിയും തറവാടും സ്വത്തും ഒക്കെ ഉള്ള പെണ്ണ്, ആ പെണ്ണ് വേണ്ടാത്തരങ്ങൾക്ക് വിളിച്ചിട്ട് ഫഖാല ഇന്നി അഖാഫുല്ലാഹ തആല, ഞാൻ അള്ളാഹനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ മനുഷ്യൻ. റജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ, സദഖ ചെയ്തിട്ട് അതാരും കാണാതെ ചെയ്യുക, രഹസ്യമായി ചെയ്യുക. ഹത്താ ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനുഹു, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത വിധം സദഖ ചെയ്യുന്നവർ. ഇങ്ങനെയുള്ളവരാണ് ആ 7 കൂട്ടർ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മാ സാറ റജുലൻ ഫില്ലാഹി ശൗഖൻ ഇലൈഹി വറഗ്ബതൻ ഫീ ലിഖാഇഹി ഇല്ലാ നാദാഹു മലകുൻ മിൻ ഖൽഫിഹി തിബ്ത വതാബ മംശാക വതാബത ലക്കൽ ജന്ന. ഒരാള് മറ്റൊരാളെ സന്ദർശിക്കുന്നു, അള്ളാഹുവിന്റെ വഴിയിലാണ് സന്ദർശിക്കുന്നത്, പടച്ചോന്റെ അടുക്കൽ കൂലിയുള്ള അമലാന്ന് എഴുതിയിട്ടാണ് സന്ദർശിക്കുന്നത്. ശൗഖൻ ഇലൈഹി വറഗ്ബതൻ ഫീ ലിഖാഇഹി, അതിന് ആഗ്രഹിച്ചും മോഹിച്ചുമാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ അവനെ മലക്ക് വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ സമയമൊക്കെ, ഇല്ല നാദാഹു മലക്കും മിൻ ഖൽഫിഹി, മലക്ക് അയാളെ പിന്നെന്ന് പറയുന്നുണ്ട്, തുബിത്ത വതാബ മംശാക്, മോനെ നീ അടിപൊളിയായിട്ടുണ്ട്, യു ആർ വണ്ടർഫുൾ, നിന്റെ ഈ നടത്തം അതൊരു സൂപ്പറാട്ടോ, നിന്റെ ഈ യാത്ര, നിന്റെ ഈ ഡ്രൈവിംഗ്, നിന്റെ ഈ ഈ യാത്ര അത് വളരെ ഉഷാറാണ്. ത്വാബത്തിലക്കൽ ജന്ന, സ്വർഗവും നിനക്ക് സംഭവാട്ടോ, നിനക്ക് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയും. അതിന് മറ്റൊരാശയുണ്ട്, ഒരു ലിസാനുൽ ഹാൽ ഉണ്ട് അവിടെ. അതെന്താ? മനസ്സിന്റെ ഉള്ളിലും അയാൾക്കൊരു കുളിർമ ഇങ്ങനെ ഉണ്ടാവും, അവിടത്തേക്ക് എത്തണം, ഒരു സ്വർഗത്തിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു മനുഷ്യന്റെ ഒരു സ്വഫാ, ഒരു 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 ട്രാൻസ്പറൻസി, ഒരു സ്വഫാ, ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു തെളിമ, അതിങ്ങനെ തെളിഞ്ഞു വരും. അപ്പൊ ഇങ്ങനെ വിഷമം നീങ്ങും, ടെൻഷൻ നീങ്ങും, ഡിപ്രഷൻ നീങ്ങും, എല്ലാം ഇങ്ങനെ അങ്ങനെ 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 നീങ്ങി പോകും. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന റജുലൻ സാറ അഖൻ ലഹു ഫില്ലാഹ്, ഇന്ന റജുലൻ സാറ അഖൻ ലഹു ഫില്ലാഹ്, ഒരു മനുഷ്യൻ അവന്റെ സഹോദരനെ സന്ദർശിക്കുന്നു അള്ളാഹുവിന്റെ വഴിയിൽ. ഫഅർസദല്ലാഹു ലഹു മലക്കൻ, അള്ളാഹു ഒരു മലക്കിനെ പോസ്റ്റ് ചെയ്യും അവന് വേണ്ടിയിട്ട്. ഫഖാല, ഈ മലക്കവനോട് ചോദിക്കുന്നുണ്ട് അതിനകത്തൊരു where are you going, എങ്ങോട്ടാ നിന്റെ പോക്ക്? ഖാല ഉരീദു അൻ അസൂറ അഖി ഫുലാൻ, ഞാൻ ഇന്നാലും നാളെ കാണാൻ പോവാണ്. ഫഖാല ലിഹാജത്തിൻ ലക ഇദ്ദഹു, എന്തോ കിട്ടാനുണ്ടോ? അല്ല, അത് കിട്ടാനൊന്നുമില്ല. ഖാല ഖറാബത്തിൻ ബൈനക വ ബൈനഹു, കുടുംബം ഉള്ളതുകൊണ്ട് പോവാണോ? ഖാല അതൊന്നുമല്ല. ഫബിനിഅമത്തിൻ ലഹു ഇൻദക, അല്ല എന്തോ തന്നിട്ടുണ്ടോ നേരത്തെ? ഖാല അതും ഇല്ല. ഖാല ഫബിമ, പിന്നെന്താ പോകുന്ന കാര്യം? ഖാല ഉഹിബ്ബുഹു ഫില്ല, ഞങ്ങൾക്ക് ഇഷ്ടം, എനിക്ക് അയാൾ ഇഷ്ടമാണ്. ഖാല ഫഇന്നല്ലാഹ അർസലനി ഇലൈക, അള്ളാഹു എന്നെ പറഞ്ഞയച്ചതാണ് നിങ്ങളടുത്തേക്ക്. യുഖ്ബിറുക, പറയാൻ വേണ്ടി, ബിഅന്നക യുഹിബ്ബുക ലിഹുബ്ബിക ഇയ്യാഹു വഖദ് ഔജബ ലക്കൽ ജന്ന, നിങ്ങളെ ഈ സ്നേഹം കാരണം നിങ്ങൾക്ക് സ്വർഗം രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഔസഖു ഉറൽ ഈമാനി അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, ഈമാനിന്റെ ആ ഏറ്റവും ശക്തമായ കവർ ഏതാന്നറിയോ? ഈമാൻ കവർ ചെയ്യുന്ന, ഈമാൻ ഇങ്ങനെ പൊതിഞ്ഞു സൂക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പവർഫുൾ ആയിട്ടുള്ള കവർ ഏതാന്നറിയാം? അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിൽ സ്നേഹം ഉണ്ടാവുക, അള്ളാഹുവിന്റെ വഴിയിൽ ദേഷ്യം ഉണ്ടാവുക എന്നതാണ്. ഫലിഹാദ യജിബു അൻ യകൂന ലിർറജുലി അഅദാഉ യുബ്ഗിദുഹും ഫില്ലാഹി കമാ യകൂനു ലഹു അസ്ദിഖാഉ വ ഇഖ്വാനു യുഹിബ്ബുഹും ഫില്ലാഹ്. ഇവിടെ വരുന്നൊരു വിഷയമാണ്. ഇൻഷാല്ലാഹ് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തിയിട്ട് ഇൻഷാല്ലാഹ് അടുത്ത ഭാഗത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം.
അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തൊരുമിക്കൽ അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ഒരു സ്നേഹപ്രകടനത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു വേദി ഒരുക്കിയത്. നമുക്ക് പരസ്പരം ഒരുമിച്ച് കൂടുന്നത് അള്ളാഹുവിന്റെ വഴിയിലാണ് എന്ന് ചിന്തിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സമയം. അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത് ഒരുക്കിയത്. ഇതില് ഈ റെക്കോർഡിന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ കൂട്ടുകുടുംബം, നമ്മുടെ ഈ സ്നേഹപ്രകടനത്തിന് വേണ്ടിയുള്ള ഈ ഒരു ഒരുമിച്ചുകൂടൽ, ഇത് ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന, ആഖിറത്തിലെത്തുമ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ട് വിളിക്കുന്ന ആ കൂട്ടർ എവിടെയെന്ന് ചോദിക്കുന്ന ഒരു കൂട്ടറുണ്ട്. അങ്ങനെയാകാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ കിതാബ് വഴിയിൽ ഒരുമിച്ച് കൂടിയത് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുള്ള ഒരു സമയം കൂടെ ആയി ബാക്കി വെക്കുന്നു. റെക്കോർഡ് തൽക്കാലം ഇവിടെ നിർത്തും.